ഹായ് ഓൾ, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഗോൾഡൻ വിസ, ഒമാനിൽ നമുക്ക് എങ്ങനെ ഗോൾഡൻ വിസ കിട്ടും, ഏതൊക്കെ ടൈപ്പ് ഗോൾഡൻ വിസ ഉണ്ട്, എന്തൊക്കെയാണ് അതിൻ്റെ ക്രൈറ്റീരിയാസ് നോക്കാം. ഗോൾഡൻ വിസ നമുക്ക് ഒമാനിൽ ഗോൾഡൻ വിസ രണ്ട് ടൈപ്പ് ഗോൾഡൻ വിസയാണ് മെയിൻലി ഉള്ളത്. ഒന്ന് 5 ഇയർ ഗോൾഡൻ വിസ, രണ്ടാമത്തേത് 10 ഇയർ ഗോൾഡൻ വിസ. 5 ഇയറും 10 ഇയറിനും രണ്ട് ക്രൈറ്റീരിയസാണുള്ളത്. ആദ്യം നമുക്ക് 5 ഇയർ ഗോൾഡൻ വിസ എന്താണ് അതിൻ്റേത് നോക്കാം. 5 ഇയർ ഗോൾഡൻ വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതൊരു മൾട്ടിപ്പിൾ എൻട്രി ഗോൾഡൻ വിസയാണ്. നമുക്ക് എന്തൊക്കെയാണ് ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ എൻട്രി ആണ്. പിന്നെ അതിൻ്റെ എങ്ങനെ നമുക്ക് ഗോൾഡൻ വിസ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2-3 വേസ് ഉണ്ട്. അതിൽ ഞാൻ 1-2 ഇത് പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒമാനിലൊരു കമ്പനി ഉണ്ട്, നമ്മൾ ഒരു ബിസിനസ് ഓണറാണ്, അല്ലെങ്കിൽ നമ്മുടെ പേരിൽ ഒരു CR ഉണ്ട്, ഒരു കമ്പനി ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഗോൾഡൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ഗോൾഡൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഓൺ ചെയ്യുന്ന കമ്പനിയിൽ നമുക്ക് 2.5 ലാക്സ് ഒമാനി റിയാലിൻ്റെ അസറ്റ്സ് ഉണ്ടായിരിക്കണം. ഇപ്പം ഞാൻ മാത്രമാണ് എൻ്റെ കമ്പനിയിലെ പാർട്ട്ണർ എന്നുണ്ടെങ്കിൽ എൻ്റെ കമ്പനിയുടെ അണ്ടറിൽ മിനിമം 2.5 ലക്ഷം ഒമാനി റിയാലിൻ്റെ അസറ്റ്സ് എന്ന് പറയുമ്പോൾ ബാങ്ക് ബാലൻസ് ആവാം, പ്രോപ്പർട്ടീസ് ആവാം, വണ്ടികളാവാം, അങ്ങനെ പറയുന്ന എല്ലാ അസറ്റ്സ് കാര്യങ്ങളാവാം, എല്ലാം കൂടി ചേർത്തിട്ട് മിനിമം 2.5 ലാക്സ് ഒമാനി റിയാൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അപ്ലൈ ചെയ്യാം. എങ്കിൽ 5 വർഷത്തേക്ക് അപ്ലൈ ചെയ്യാം. അതേസമയം എനിക്ക് ഈ കമ്പനിയിൽ എനിക്ക് മിനിമം 5 ലാക്സ് ഒമാനി റിയാലാണ് ഉണ്ടാകുന്നതെങ്കിൽ എനിക്ക് 10 ഇയർ ഗോൾഡൻ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. ഇതാണ് ഒരു വഴി എന്ന് പറയുന്നത്. ഇനി എൻ്റെ CRൽ തന്നെ വേറൊരു പാർട്ട്ണർ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഷെയർ ഇപ്പം 50-50 ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ കമ്പനി വാല്യൂ, ടോട്ടൽ കമ്പനിയുടെ അസറ്റ്സ് 2.5 ലക്ഷം ആണെന്നുണ്ടെങ്കിൽ ഞാൻ എലിജിബിൾ അല്ല, ആ പാർട്ട്ണറും എലിജിബിൾ അല്ല. കാരണം ഞങ്ങളുടെ ഷെയർ 50-50 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മിനിമം 5 ലാക്സ് ഒമാനി റിയാൽ ആ കമ്പനിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് 2.5 ലാക്സ് വെച്ചിട്ട് എനിക്ക് 5 വർഷത്തെ ഗോൾഡൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് നമുക്ക് ഈ വേറൊരു എങ്ങനെ ഗോൾഡൻ വിസ കിട്ടാമെന്ന് വെച്ചാൽ, ഒന്ന് നമുക്ക് കമ്പനി ഓൺ ചെയ്യുന്നത്, പിന്നെ നമുക്ക് പ്രോപ്പർട്ടീസ് മേടിക്കാം. ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടീസ് ഇൻ ഒമാൻ നമുക്ക് മേടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഗോൾഡൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. അപ്പം അതിന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ഇതുപോലെ 2.5 ലാക്സ് ഒമാനി റിയാലിൻ്റെ വാല്യൂ വരുന്ന ഒരു പ്രോപ്പർട്ടി, ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി നമ്മൾ ഒമാനിൽ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് 5 ഇയർ ഗോൾഡൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യും. അതേസമയം 5 ലാക്സിൻ്റെ പ്രോപ്പർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 10 ഇയർ ഗോൾഡൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. ഇതല്ലാതെ നമുക്ക് ഉള്ള വേറൊരു വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെൻറ് ബോണ്ട് നമുക്ക് വയ്ക്കാം. നമുക്കിപ്പോൾ എൻ്റെ ബാങ്കിൽ എനിക്കിപ്പോൾ ഒരു 2.5 ലക്ഷം റിയാൽ എൻ്റെ ബാങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ വെച്ചിട്ട് എനിക്ക് ഗവൺമെൻറ്റ്സ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് ത്രൂ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ഗോൾഡൻ വിസ കിട്ടും. അപ്പോൾ ഇതാണ് ഗോൾഡൻ വിസയുടെ ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത്. 3 രീതിയിൽ നമുക്ക് കിട്ടാവുന്നതാണ്. ഓക്കെ.